മന്ത്ലി ഒരൊറ്റ ട്രേഡ് മാത്രം ചെയ്തുകൊണ്ട് പാസീവായിട്ട് ജോലിയുടെ കൂടെയോ മറ്റ് തിരക്കുകളുടെ കൂടെയോ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ഒരു ഡീസൻറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിച്ചാലോ? യെസ്, അതുപോലുള്ളൊരു സൂപ്പർ സ്ട്രാറ്റജി വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിലെ കൺസെപ്റ്റ് വരുന്ന ഒരു സ്ട്രാറ്റജി, അതുകൂടെ തന്നെ മാർക്കറ്റ് ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ ഈ ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാം എന്ന് പഠിക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മാർക്കറ്റ് ഡയറക്ഷനെ കുറിച്ചിട്ടാണ്. ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ മാർക്കറ്റ് ഡയറക്ഷനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും വളരെ മികച്ച പ്രോഫിറ്റ് ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു 60 മുതൽ 70% വരെ അക്യുറസിയിൽ മാർക്കറ്റ് ഡയറക്ഷൻ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുക? യെസ്, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി സ്ട്രാറ്റജി ഉണ്ട്. 1880 കാലഘട്ടം മുതൽ നാസ്ഡാക്കിൽ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു 140 വർഷത്തെ പാരമ്പര്യമുള്ള ഈ ഒരു സ്ട്രാറ്റജി വില്യം ഒനൈലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ഹൗ ടു മേക്ക് മണി ഇൻ സ്റ്റോക്സ് എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം ഈ ഒരു സ്ട്രാറ്റജിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ ഇതിനു മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ള ക്യാൻസലിംഗ് ഇൻവെസ്റ്റിംഗ് മെത്തേഡിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് ഈ പറയുന്ന മാർക്കറ്റ് ഡയറക്ഷൻ പ്രിഡിക്ഷൻ. അപ്പോൾ ഇതിൽ 4 കൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തെ കൺസെപ്റ്റ് കൺഫേംഡ് അപ് ട്രെൻഡ്, അതുപോലെ തന്നെ റാലി അറ്റംപ്റ്റ്, ഫോളോ ത്രൂ ഡേയ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡേയ്സ്. ഇങ്ങനെ 4 കാറ്റഗറി ടൈപ്പ് മാർക്കറ്റായിട്ട് മാർക്കറ്റിനെ അദ്ദേഹം തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കൺഫേംഡ് അപ് ട്രെൻഡ് എപ്പോൾ വരുന്നോ ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ ബുള്ളിഷ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൺഫേം അപ് ട്രെൻഡ് എപ്പോൾ വരുന്നു എന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് റാലി അറ്റംപ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഒരു റാലി അറ്റംപ്റ്റ്? മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് ഉണ്ടായിക്കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് ബോട്ടം ചെയ്യും, അതായത് ഒന്ന് ചെറുതായിട്ട് കൺസോളിഡേറ്റ് ചെയ്യും. അപ്പോൾ പലപ്പോഴും പല ആളുകളും വിചാരിക്കുന്നത് എന്താണ്, ഇത്തരത്തിൽ മാർക്കറ്റ് ക്രാഷ് വന്ന് ഒന്ന് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് റിക്കവറി ചെയ്യും എന്നാണ്. എന്നാൽ വില്യം ഒനൈൽ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നത് ഇത്തരത്തിലുള്ള കൺസോളിഡേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മാർക്കറ്റ് തിരിച്ചു വരണം എന്നില്ല, അവിടെ നിന്ന് വീണ്ടും സെൽ ഓഫ് വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ്. അപ്പോൾ ഒരു റാലി അറ്റംപ്റ്റ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഫോമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതാണ് അദ്ദേഹം പറയുന്ന ഫോളോ ത്രൂ ഡേയ്സ്. അതായത് ഇത്തരത്തിലുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് മാർക്കറ്റ് ഒരൊറ്റ ദിവസം 1.5% ബുള്ളിഷായിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മേജർ ഇൻഡെക്സ് ഇന്ത്യയിലാണെങ്കിൽ നിഫ്റ്റി ഓർ സെൻസെക്സ് ഒരൊറ്റ ദിവസം 1.5% ഇൻക്രീസ് ആകുന്ന ഒരു ക്യാൻഡിൽ ഉണ്ടാകുന്ന ഒരു മറുവൂസ് പോലെ 1.5% അപ്പാവുന്ന ഒരു ക്യാൻഡിൽ ഉണ്ടാക്കുകയും അതിന് പ്രീവിയസ് ഡേയ്സിനേക്കാൾ വോളിയം കൂടുതലുണ്ട് എങ്കിൽ അതിനെ നമുക്ക് ഫോളോ ത്രൂ ഡേ എന്ന് വിളിക്കാം. വീണ്ടും ഞാൻ പറയുകയാണ്, ഇത് വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്കിൽ 1.5% പകരം അദ്ദേഹം 1.2% അപ്പാകുന്ന ഡേ എന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം തന്നെയാണ് അത് 1.5% എന്നുള്ള രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത്. അപ്പോൾ 1.5% കൂടുതൽ അപ്പായി ഹൈ വോളിയം വരുന്നൊരു ദിവസം മാർക്കറ്റിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ദിവസത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിൽ തിരിച്ചു വരികയും മാർക്കറ്റ് കൂടുതൽ ഉയരങ്ങളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ഫോളോ ത്രൂ ഡേയ്സ് കഴിഞ്ഞ് പിന്നീട് മാർക്കറ്റ് ആ ഒരു ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റാലി അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോളോ ത്രൂ ഡേ ആദ്യമേ തന്നെ ഒരു റാലി അറ്റംപ്റ്റ് ആണ്, പിന്നെ ഒരു ഫോളോ ത്രൂ ഡേ, അതിനുശേഷം ഈ ഫോളോ ത്രൂ ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് കൺഫേംഡ് അപ് ട്രെൻഡ് എന്ന് വെരിഫൈ ചെയ്യിക്കുകയും അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഓക്കെ, ഇങ്ങനെ എന്നും മുകളിലോട്ട് പോകുമോ? ഒരിക്കലുമില്ല, മാർക്കറ്റ് എന്നും അങ്ങനെ മുകളിലോട്ട് പോവില്ല. അപ്പോൾ എപ്പോഴാണ് മാർക്കറ്റിൽ ഇനി ബീറിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുക? യെസ്, മാർക്കറ്റ് ബീറിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ 4ാമത്തെ കൺസെപ്റ്റിൽ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഡേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. മാർക്കറ്റ് ഒരു 10-15 ദിവസത്തെ ഡ്യൂറേഷനിൽ 4 to 5 days അല്ലെങ്കിൽ ഒരു വീക്കിലെയോ അല്ലെങ്കിൽ ഒരു 10-15 ദിവസത്തിനുള്ളിൽ 4 to 5 days 0.2% ഡൗൺ ആകുന്ന വോളിയം ഇൻക്രീസ് ആകുന്ന ഡേയ്സ് വരികയാണെങ്കിൽ, അത് ഒരു ദിവസം മാർക്കറ്റ് 0.2% ഡൗൺ ആകണം,
അങ്ങനത്തെ ഒരു 4-5 ദിവസം ഉണ്ടാകണം. അത്തരത്തിലുള്ള എല്ലാ ദിവസത്തിലും വോളിയം ഇൻക്രീസായി വരികയും ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ അതൊരു ഡിസ്ട്രിബ്യൂഷൻ ഡേയുടെ തുടക്കമാണ്, അല്ലെങ്കിൽ ഒരു ബീറിഷ് ട്രെൻഡിൻ്റെ തുടക്കമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ വലിയ കാര്യമായിട്ട് താഴ്ത്തോട്ട് വീഴ്ത്താതെ ഒരു സൈഡ് വൈസ് ബീറിഷ് ട്രെൻഡ് ഉണ്ടാക്കിക്കൊണ്ട് അവരവരുടെ സ്റ്റോക്കുകൾ ഓഫ്ലോഡ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഡേയ്സ് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ബുള്ളിഷ് പൊസിഷനൊക്കെയാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് നമ്മുടെ ട്രേഡ് ലോസിലാണെങ്കിലും പ്രോഫിറ്റിലാണെങ്കിലും നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയിലോട്ട് വരികയാണ്. ഈ സ്ട്രാറ്റജിയിൽ ഈ 4 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ വില്യം ഒനൈൽ പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇത്രയും കഷ്ടപ്പെട്ട് എങ്ങനെ ഈ മെത്തേഡ് 4 ഇതിൻ്റെ അകത്ത് ഏതിലാണ് മാർക്കറ്റ് എന്ന് എങ്ങനെ അറിയാം എന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. വില്യം ഒനൈലിൻ്റെ ഒരു മാർക്കറ്റ് സ്മിത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് മാർക്കറ്റ് കണ്ടീഷൻ ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പെയ്ഡ് വെർഷനൊക്കെ അവൈലബിൾ ആണ്. പെയ്ഡ് വെർഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഫ്രീ വെർഷനിൽ തന്നെ മാർക്കറ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഫോളോ ത്രൂ ഡേ ആണോ കൺഫേംഡ് അപ് ട്രെൻഡ് ആണോ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ കഷ്ടപ്പെട്ട് ഇതൊന്നും കണ്ടുപിടിക്കുകയും വേണ്ട, നമുക്കൊരു വ്യൂ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനത് സ്ക്രീനിൽ ഓൾറെഡി കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മന്ത്ലി ബുള്ളിഷ് റേഷ്യോ സ്പ്രെഡാണ്. അതായത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിൽക്കുകയോ അല്ലെങ്കിൽ മുകളിലോട്ട് പോകുകയോ ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു റേഷ്യോ സ്പ്രെഡ് ചെയ്യുന്നത്. ഈ റേഷ്യോ സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മൾ വളരെ ഈസിയാണ്. റേഷ്യോ സ്പ്രെഡിൻ്റെ സ്ക്രീൻ ഞാൻ ഓൾറെഡി ചെയ്യാം. റേഷ്യോ സ്പ്രെഡ് വളരെ ഈസിയാണ്. അറ്റ് ദ മണി അല്ലെങ്കിൽ അറ്റ് ദ മണിയിൽ നിന്ന് 100 പോയിൻ്റ് മാത്രം OTMൽ പോയിട്ട് നമ്മളൊരു പുട്ട് ഓപ്ഷനെ ബൈ ചെയ്യുന്നു. എവിടെയാണോ നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അവിടെ നിന്ന് ഒരു 200 പോയിൻ്റ് കൂടിയും OTMലോട്ട് പോയിട്ട് നമ്മൾ 2 ലോട്ട് പുട്ട് ഓപ്ഷനെ സെല്ല് ചെയ്യുന്നു. കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. നമ്മൾ എത്ര രൂപയുടെ പുട്ട് ഓപ്ഷനാണോ നമ്മൾ ബൈ ചെയ്തത് അതിൻ്റെ പ്രീമിയത്തിനേക്കാൾ അധികമുള്ള 2 എണ്ണം സെല്ല് ചെയ്തുകൊണ്ട് നമ്മൾ പ്രീമിയം കളക്ട് ചെയ്യുന്നു. അപ്പോൾ ബൈ 0 ആവുകയും സെല്ല് 0 ആവുകയും ചെയ്താൽ സെല്ല് ചെയ്തത് കൂടുതലായതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റാണ്. നിങ്ങൾ സെൻസിബിളിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന സ്ട്രാറ്റജി ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഒരു പാസീവ് സ്ട്രാറ്റജി ആണെങ്കിലും ഇതൊരു ചെറിയൊരു കോംപ്ലക്സ് സ്ട്രാറ്റജിയാണ്. കാരണം ബിഗിനേഴ്സിന് പെട്ടെന്ന് ഇത് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ കുറച്ച് ഓപ്ഷൻ സെല്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാകുകയും ഈ ഒരു മെത്തേഡ് ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ 1-2 പ്രാവശ്യം കണ്ടതിന് ശേഷം നിങ്ങൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പാസീവ് സൂപ്പർ സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് റേഷ്യോ സ്പ്രെഡ്. അപ്പോൾ ഇനി ഈ റേഷ്യോ സ്പ്രെഡ് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺസെപ്റ്റിൻ്റെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൺഫേംഡ് അപ് ട്രെൻഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. നമുക്ക് മറ്റൊരു കണ്ടീഷൻ, ഈ ട്രേഡ് ചെയ്യാനായിട്ട് മറ്റൊരു കണ്ടീഷൻ കൂടി നമ്മൾ ഇവിടെ പരിഗണിക്കണം. അത് നമ്മൾ 50-day മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അത് മാർക്കറ്റ് നിഫ്റ്റിയുടെ ചാർട്ട് 50-day മൂവിങ് ആവറേജിനേക്കാൾ 5% മുകളിലാണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യില്ല. അതായത് നിഫ്റ്റി 50-day മൂവിങ് ആവറേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് 5%-നേക്കാൾ കുറവാണെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ട്രേഡ് എൻട്രി തന്നെ എടുക്കത്തുള്ളൂ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ മാർക്കറ്റ് കൺഫേംഡ് അപ് ട്രെൻഡ് ആകുകയും മൂവിങ് ആവറേജുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഡെയിലി ക്യാൻഡിലിൽ 50-day മൂവിങ് ആവറേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് 5%-നേക്കാൾ കുറവാണെങ്കിൽ നമ്മളിവിടെ എൻട്രി എടുക്കും. എന്ത് ചെയ്യും? നമ്മൾ ATM-100 പുട്ട് ഓപ്ഷനെ ബൈ ചെയ്യുകയും ATM-300 പുട്ട് ഓപ്ഷനെ നമ്മൾ 2 ലോട്ട് സെല്ല് ചെയ്യുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്തിട്ട് കൺഫേംഡ് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത് വരെ നമ്മൾ ഈ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്യുകയും മന്ത്ലി നമ്മൾ കീപ്പ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യത്തെ കാര്യം, ഈ ഒരു ട്രേഡിൽ നമുക്ക് ഒരൊറ്റ അഡ്ജസ്റ്റ്മെൻറ്റ്സും വേണ്ട. സോ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഓപ്ഷൻ സെല്ലിങ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ട്രേഡ് ചെയ്യുന്നില്ല. മാത്രമല്ല നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്ന ആവറേജ് റിട്ടേൺ ഒരു മാസം 2% മുതൽ 5% വരെയാണ്. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മോർ ദാൻ 70%
അക്യുറസി കിട്ടുന്നുണ്ട്. അതായത് ടോട്ടൽ ട്രേഡിലെ 100 ട്രേഡ് ചെയ്തിരുന്നുവെങ്കിൽ 70 ട്രേഡുകളും വിന്നാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് 3 ടൈപ്പ് ഓഫ് സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 3 ടൈപ്പ് ഓഫ് സ്റ്റോപ്പ് ലോസ്. ഫസ്റ്റ് വൺ, ഈ ഒരു ട്രേഡിൽ എപ്പോഴാണോ 5000 രൂപ ലോസ് ഹിറ്റാകുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും ആലോചിക്കില്ല. 5000 രൂപ ലോസ് വരികയാണെങ്കിൽ ഈ ട്രേഡ് ഫുള്ളായിട്ട് എക്സിറ്റ് അടിച്ച് ആ മാസത്തെ ട്രേഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോപ്പ് ലോസ് നമുക്കുണ്ട്. ഡെയിലി ക്യാൻഡിൽ 50 ഡേ മൂവിങ് ആവറേജിനേക്കാൾ 2% താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഡെയിലി ക്യാൻഡിൽ 50 ഡേ മൂവിങ് ആവറേജിനേക്കാൾ 2% താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഇനി നമുക്ക് ഒരു മൂന്നാമത്തെ ഒരു സ്റ്റോപ്പ് ലോസ് കൂടിയുണ്ട്. അത് വില്യം ഒനൈൽ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഡേയ്സ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ 4 ദിവസമോ 5 ദിവസമോ 0.2 കൂടുതൽ ബീറിഷ് ആയിട്ടുള്ള വോളിയം കൂടി വരുന്ന ഡേയ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അങ്ങനെ 3 ടൈപ്പ് ഓഫ് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. നമുക്കൊരു ട്രേഡ് ചെയ്യാനായിട്ട് ആക്ച്വലി 80,000 രൂപ മതി. ഒരു ലോട്ട് ബൈ ചെയ്യാനും 2 ലോട്ട് സെല്ല് ചെയ്യാനും ഏകദേശം 1 ലക്ഷം രൂപ മാത്രം നമുക്ക് മതി. എന്നാൽ നമ്മൾ 1 ലക്ഷം രൂപ, ഒരു 50,000 രൂപയെങ്കിലും റിസർവ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ ഒരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ എന്ന് എല്ലാവരും ഓർക്കുക. അപ്പം ഞാനിവിടെ 2 എക്സാമ്പിൾ ട്രേഡ്സ് കാണിക്കുന്നുണ്ട്. നമ്മൾ മാർക്കറ്റ് സ്മിത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ജൂൺ 11 മുതൽ നമുക്കൊരു കൺഫേംഡ് അപ് ട്രെൻഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ജൂൺ 11 മുതൽ, ഈ വർഷം ജൂൺ 11 മുതൽ നമുക്കൊരു കൺഫേംഡ് അപ് ട്രെൻഡ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ജൂൺ 11 കഴിഞ്ഞിട്ട് ജൂൺ 12 നമുക്ക് നിഫ്റ്റിയിൽ ഈ ഒരു ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിഫ്റ്റി ജൂൺ 12, 2024 നമ്മൾ ഇതിൻ്റെ അകത്ത് ട്രേഡ് കയറുകയാണെങ്കിൽ നിഫ്റ്റി ആ സമയത്ത് 23,350 എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് 23,300 പുട്ട് ഓപ്ഷനെ ബൈ ചെയ്യുകയും 23,100, അതായത് അവിടെ നിന്ന് 200 പോയിൻറ്റ് ഡിസ്റ്റൻസ് ഉള്ള 2 പുട്ട് ഓപ്ഷനെ നമുക്ക് സെല്ല് ചെയ്യുകയും ചെയ്യാം. ആ ഒരു ട്രേഡ് ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് ഏകദേശം ജൂൺ 30 കൂടി ഏകദേശം 1,600 പ്രോഫിറ്റിൽ നമുക്ക് ഈ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യാം. അപ്പോഴും മാർക്കറ്റ് കൺഫേംഡ് അപ് ട്രെൻഡ് ആണെന്ന് നിങ്ങൾ ആലോചിക്കാം. ജൂൺ ട്രേഡ് കഴിഞ്ഞ് നമ്മളിനി ജൂലൈ 1 തന്നെ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. പക്ഷേ എന്താണ് പ്രോബ്ലം? ജൂലൈ 1 നിഫ്റ്റി 50 ഡേ മൂവിങ് ആവറേജിനേക്കാൾ 5% മുകളിലായതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ജൂലൈ 10 നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റി എവിടെ വന്നിട്ടുണ്ട്? നിഫ്റ്റി മൂവിങ് ആവറേജിനേക്കാൾ 5% ഉള്ള ഒരു ബാരിയറിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 10 നമ്മൾ നിഫ്റ്റി നോക്കുമ്പോൾ 23,500 എന്ന് പറയുന്ന സ്പോട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 23,500 പുട്ട് ഓപ്ഷനെ നമ്മൾ ബൈ ചെയ്യുകയും 2 ലോട്ട് 23,300, 200 പോയിൻറ്റ് ഡിസ്റ്റൻസ് ഉള്ള 23,300 പുട്ട് ഓപ്ഷനെ സെല്ല് ചെയ്യുകയും ചെയ്യുകയാണ്. ഈ ഒരു ട്രേഡ് ഗ്രാജുവലി നമുക്ക് ഏകദേശം 3,700 റുപ്പീസിൻ്റെ പ്രോഫിറ്റാണ് ജൂലൈ മന്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലും നമുക്ക് ഇതേപോലുള്ളൊരു ട്രേഡ് കിട്ടുന്നതാണ്. ഓഗസ്റ്റിൽ കിട്ടിയ ട്രേഡ് ഏതാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ജോലി ചെയ്യുന്നവർക്ക് വളരെ പാസീവായിട്ട് ട്രേഡ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ 3 കൊല്ലത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 2 കൊല്ലമായിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ. 2018 മുതലുള്ള ഡാറ്റ നമ്മളിത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2020 മുതൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 70% അക്യുറസി കിട്ടുന്നുണ്ട്. എല്ലാ മാസവും ചിലപ്പോൾ നമുക്ക് ട്രേഡ് കിട്ടണമെന്നില്ല. എന്നാൽ ഒരു വർഷം 6 to 7 ട്രേഡ്സ് ആണ് കിട്ടുക. ഒരു മാസം നമുക്ക് ഒരൊറ്റ ട്രേഡിൽ നിന്ന് തന്നെ ഒരു 2% മുതൽ 3% വരെ പ്രോഫിറ്റ് കിട്ടുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത്? എല്ലാ ദിവസവും ഇൻട്രാഡേ ചെയ്ത് ഒത്തിരി ബ്രോക്കറേജ് കൊടുക്കുന്നതിനേക്കാൾ ഫാർ ബെറ്റർ അല്ലേ പാസീവായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ്? 2% മുതൽ 3% വരെ റിട്ടേൺ കിട്ടുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്ത് നോക്കി. ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലോ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ അഡ്വാൻസ് ലെവൽ ടോപ്പ് സ്ട്രാറ്റജീസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.